ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ആയിട്ടാണ് കേട്ടോ. അത് നമുക്ക് പെട്ടെന്ന് കാണാം കേട്ടോ. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വറുത്തിട്ട് അത് കൂടെ കുറച്ച് എള്ളും കൂടി വറുത്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് നെയ്യിൽ നമുക്ക് ഇത് വറക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുക്കാം. ഒന്ന് ചൂടാവട്ടെ. നമ്മൾ ഇത്രയും ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടില്ല എന്ന് മാത്രം. ഇതുമാതിരി ഒരു ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റാണ്. നല്ല കറുമുറും ഈ മഴയ്ക്ക് കട്ടൻ ചായയും കൂടി കുടിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ക്രിസ്പി ഉണ്ണിയപ്പം എന്ന് പറയാം കേട്ടോ. നെയ്യ് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് തേങ്ങാക്കൊത്തും കുറച്ച് എള്ളും കൂടി വറുത്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കൊത്തിയിട്ട് നെയ്യിൽ വറുത്തിട്ട് ഇടുന്നത് മാത്രം. വളരെ എളുപ്പം അത് ഉണ്ടാക്കാൻ. ഇപ്പം തന്നെ വിചാരിച്ചുണ്ടാക്കാം. നല്ല മഴയത്ത് നമുക്ക് കഴിക്കാൻ തോന്നും. വീട്ടിൽ ആരുമില്ല, എല്ലാവരും പുറത്ത് പോയേക്കാം. വരുമ്പോൾ അവർക്കിത് കൊടുക്കുമ്പോൾ നല്ല കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. കേട്ടാ ആയിട്ട് നമുക്ക് കുറച്ച് എള്ളും കൂടി ഇടാം. നല്ല മണം. തേങ്ങാക്കൊക്കെ എള്ളിൽ വറക്കുമ്പോഴേ നല്ല മണം. വേഗം മാറ്റാം, അല്ലെങ്കിൽ കഴിയും ചട്ടിയുടെ ചൂടിന്. അങ്ങനെ ഒഴിച്ച നെയ്യ് അപ്പടിയെ വന്നു. നമുക്കത് ആ മിക്സിയിലേ ഇടാട്ടോ. കരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റാ മൊരിഞ്ഞിട്ട് തന്നെയുള്ളൂ. നമ്മൾ ഉണ്ടാക്കണ മിക്സിയിൽ അതിടാം. അതിന് വേണ്ടിയിട്ട് അടുത്തത് നമുക്ക് 1.5 കപ്പ് റവ എടുക്കാം കേട്ടോ. റവ കൊണ്ട് ഉണ്ടാക്കിയാലാണ് ഈ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. ഈ കപ്പിൽ തന്നെ 1.5 കപ്പ് എടുക്കാം കേട്ടോ. അധികം ഉണ്ടാക്കിയാൽ നമുക്ക് ഉണ്ടാക്കി കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ 1 കപ്പ് മതി. അതേ അളവിൽ തന്നെ കുറച്ച് പാലെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കുതിരാൻ വെക്കാം കേട്ടോ. ഒന്നര കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് കപ്പിലെടുത്തോ അതേ കപ്പിലാണ് ഇടാം. ഇതൊന്ന് കുതിരട്ടിട്ട് അവിടെ ഇരുന്നിട്ട് അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്ത് നമുക്ക് ശർക്കര ഉരുക്കാം കേട്ടോ. അധികം വെള്ളമില്ലാണ്ട് ഉരുക്കണം. ഞാൻ 2.5 അച്ച് ശർക്കരയാണ് എടുത്താണ് കേട്ടോ. ഇത് നല്ല വലിയ അച്ച് ശർക്കരയാണ്. ഇത് നമുക്കൊന്ന് ഇടിച്ചിട്ട് തുള്ളി വെള്ളത്തിൽ ഇത് ഉരുക്കിയിട്ട് ഒഴിക്കാം. നമുക്കിത് നല്ല ഒന്ന് അലിയിച്ചെടുക്കാം കേട്ടോ. ഒരു മിനിറ്റ് ഒന്നാവും കേട്ടോ. എന്നല്ലേ ഓൾമോസ്റ്റ് ഉരുകിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് ആ കരണ്ട് കൊണ്ട് ഇളക്കുമ്പോൾ
ഭയങ്കര ചൂടാണ്. മഴ പെയ്യാത്ത കാരണേ മഴ പെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി ആശ്വാസം. ഇപ്പം നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ഒരുങ്ങാത്ത. ഇതൊന്ന് ചൂടാക്കട്ടോ. അപ്പോൾ നമുക്ക് പഴം അരിയാൻ നോക്കാം. പഴം കൂടിയിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുക കേട്ടോ. നമുക്ക് ഒരു പഴം അരച്ച് കൂട്ടാട്ടോ. അതിലേ ചെറിയ പഴം, ചെറിയ നാടൻ പഴമാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടാം. പകുതിയും കൂടി ഇടാം. എടുത്തിട്ടില്ല. ഓക്കെ, ഒരു പഴത്തിൻ്റെ പകുതിയും കൂടി ഇടാം. വളരെ കുറവായി നാടൻ പഴമായിരുന്നു. ഈ വളമിടാണ്ട് ഉണ്ടാക്കിയ പഴ, 1.5 പഴം. ചെറിയ പഴമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പഴം മതിയിട്ടാണ്. ചെറിയ പഴം ഇത്രയ്ക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പാലൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ച റവ, നമ്മൾ ഉരുക്കി വെച്ച ശർക്കര, കുറച്ച് ഏലക്കാപ്പൊടി. ശർക്കരയിൽ അഴുക്കൊന്നുമില്ല, എന്നാലും നമുക്കത് കണ്ട ഒന്ന് അരിച്ച് കഴിക്കാം. ഒരു പേടി. നല്ല കട്ടിയായ ശർക്കര ഇത്തിരി തുള്ളി ചൂടുവെള്ളം ഒഴിച്ചിട്ടേ ഒന്നും കൂടി ഇതിൽ ഒഴിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് വരാം. അയ്യോ, കുറച്ച് ഏലക്കപ്പൊടി ഇട്ടില്ല, കുറച്ച് ഇപ്പോഴേ ഇട്ടാലേ എല്ലാം മിക്സായി കിട്ടും. കയ്യിൽ നല്ല രസം. നല്ല അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പാകത്തിന് നമുക്കത് പാത്രത്തേക്ക് ഒഴിക്കാം. ഇതിൽ ഏലക്കപ്പൊടി ഇട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചതില്ല, അത് മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. അത് ഇതിലേക്ക് പതുക്കന്നെ ഇടാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഫ്രഷായിട്ട് ചെയ്യുന്ന കാര്യം എല്ലാം നല്ല ചൂടാ ചെയ്യുമ്പോൾ തണുത്തിട്ടുമില്ല ചൂടുമില്ല. ഇപ്പം തന്നെ വറുത്ത് വെച്ചതല്ലേ, നല്ല ക്രിസ്പിയാ കറു മുറുന്നനുണ്ട്. അടിപൊളിയാണ്. ഞാൻ ഗ്യാരണ്ടി പറയുന്നു. പെട്ടെന്ന് 4 മണി പലഹാരമൊന്നും ഇല്ലാത്തപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണ ഒരു ഐറ്റമാണ് കേട്ടോ അത്. കണ്ടില്ല അല്ല ഇടുന്നത്, ഞാനത് ശ്രദ്ധിച്ചില്ല. നമ്മൾ ഈ വറുത്തല്ലേ തേങ്ങ എള്ളൊക്കെ വറുത്താൽ നെയ്യ് ഇവിടെ ഇരിക്കുകയാണ്. ആ നെയ്യ് അതിൽ ഒഴിക്കാം. അപ്പം നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും, നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും. ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ചൂടാകുമ്പോൾ കുറേശ്ശെ കോരി ഒഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണത്. ഞാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ, ഒരു പണിയില്ല. ഇതിൽ നമ്മൾ തുള്ളി കൂടെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം ഒഴിക്കാണ്ടാണ്. പാല് 1.5 ഗ്ലാസ്, 1.5 കപ്പ് റവ, 1.5 കപ്പ് പാല്, 1.5 നേന്ത്രപ്പഴം. ചെറിയ പഴം ആയതുകൊണ്ട് കേട്ടോ, വലിയ പഴമാണെങ്കിൽ ഒരു പഴം മതി. നാടൻ പഴമായിരുന്നേ, നല്ല പഴമാണ്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, കുറച്ച്
2.5 വലിയ അച്ച്, നല്ല ശർക്കരയാണ്, കല്ലില്ലാത്ത ശർക്കര. ഒരു തരി പോലും ഞാൻ അരിച്ചു വയ്ക്കി, വെറുതെ ഒരു സമാധാനത്തിന്. ഒരു തുണ്ട് പോലും ഉണ്ടായിരുന്നില്ല. ചെറിയ കുഴി, അത് ചെറിയ കുഴിയപ്പം ഉണ്ടാവുള്ളൂ. എന്നാലും സാരില്ല, നമുക്ക് ഒന്ന് തിന്നണോർത്ത് 2 തിന്നും. വിട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം. റൈസ് ബ്രാൻഡ് ഓയിലിൽ ഉണ്ടാക്കിയാലും നന്നായിട്ട് വരും കേട്ടോ. ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മറിച്ചിടാം. സിമ്മിൽ വയ്ക്കാം. മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് മൊരിയുമ്പോൾ നമുക്ക് എടുക്കാം. എണ്ണ തെളിക്കണേ. നമ്മുടെ എണ്ണ ഒന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ അർത്ഥം ഇത് എണ്ണ കുടിച്ചിട്ടില്ല എന്നിട്ടാ. കയ്യിൽ എണ്ണ തെളിച്ചു. നല്ല എരിച്ചിലെടുക്കുന്നുണ്ട്. തിരി കഴിഞ്ഞാൽ തെളിച്ചം വരും. ഇവിടെ 2-3 സ്ഥലത്ത് ഭയങ്കര എരിച്ചില്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും പെണ്ണുങ്ങൾക്ക് കുക്ക് ചെയ്യുമ്പോൾ. പക്ഷെ പെണ്ണുങ്ങളൊന്നും പുറത്തേക്ക് പറയില്ല എന്ന് മാത്രം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇത്ര നേരം വിയർത്തൊഴുകി ചുട്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കഴിച്ചിട്ടില്ല, ഇപ്പോൾ കഴിക്കാൻ പോവാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇതുമായി ചെയ്ത് നോക്കി കേട്ടോ. അത് കണ്ടിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി കറുമുറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ചെയ്ത് നോക്കണേ. അടിപൊളി ഒരു 4 മണി പലഹാരമാണ്. സാധാരണ പൂരം പെരുന്നാളൊക്കെ വരുമ്പോഴാണ്, ഓണം വിഷു ഒക്കെ വരുമ്പോഴെല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കുക. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലെല്ലാതും ഉള്ളതിനാൽ എപ്പോൾ ഏത് വിചാരിച്ച നേരത്തെ റവ ഉണ്ടാവും, ശർക്കര ഉണ്ടാവും, പഴം ഉണ്ടാവും, തേങ്ങ ഉണ്ടാവും. എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ്. എല്ലാ ആൾക്കാരുടെ വീട്ടിലുണ്ടാവും ഈ കാലത്ത്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടെ കമൻ്റ് ഇടണം കേട്ടോ. എങ്ങനെയുണ്ട്, മോശമായി, രസം ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ പറയണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് സത്യസന്ധമായ മറുപടി പറയണം.
അപ്പോൾ ഓക്കെ.